IPLന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ നായകൻ സഞ്ജു സാംസണിനെ കണ്ടേക്കില്ലെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. പുതിയ കോച്ച് രാഹുൽ ദ്രാവിഡുമായുള്ള ഭിന്നതകൾ കാരണം അദ്ദേഹം ഒട്ടും തന്നെ സന്തുഷ്ടനല്ലെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. അടുത്ത സീസണിലും ദ്രാവിഡ് തന്നെ പരിശീലകനായി തുടർന്നാൽ സഞ്ജു ടീം വിടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോഴിതാ സഞ്ജുവിനെ ഈ സീസണിനു ശേഷം ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ റോയൽസിന്റെ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് വ്യക്തമാവുന്നത്. പുതുതായി അവർ ടീമിലേക്ക് എത്തിച്ച താരം ഇതു ശരിവെക്കുകയും ചെയ്യുന്നു. സഞ്ജുവിൻ്റെ പകരക്കാരനായിട്ടാണ് ഈ താരത്തെ കൊണ്ടുവന്നതെന്നും സംശയങ്ങളുണ്ട്. സാറ്റ് T20 ലീഗിൽ നേരത്തെ രാജസ്ഥാൻ റോയൽസിന് കീഴിലുള്ള ടീമായ പാൾ റോയൽസിനായി കളിച്ച 19-കാരനായ ലുവാൻ ഡ്രൈ പ്രട്ടോറിയസാണ് പുതുതായി ടീമിലേക്ക് വന്നത്. സൗത്ത് ആഫ്രിക്കയുടെ അൺക്യാപ്ഡ് വിക്കറ്റ് കീപ്പറും ഇടംകയ്യൻ വെടിക്കെട്ട് ബാറ്ററുമാണ് അദ്ദേഹം. നിലവിൽ റോയൽസ് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഓൾറൗണ്ടർ നിതീഷ് റാണ പരിക്കേറ്റ IPLലെ ശേഷിച്ച 2 മത്സരങ്ങളിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പകരം മറ്റൊരു ഓൾറൗണ്ടറെ എത്തിക്കാതെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ലുവാനെ കൊണ്ടുവന്നത് സഞ്ജുവിനുള്ള പണിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദ്രാവിഡുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നീക്കമെന്നത് എടുത്തു പറയേണ്ടതാണ്. പരിക്കേറ്റ് ടീമിന് പുറത്താണെങ്കിലും സഞ്ജുവിനെ കൂടാതെ ധ്രുവ് ജുറേലും ഇപ്പോൾ വിക്കറ്റ് കീപ്പറായി റോയൽസ് ടീമിലുണ്ട്. കൂടാതെ സംഘത്തിലെ 3ാമത്തെ വിക്കറ്റ് കീപ്പറാണ് കുനാൽ സിംഗ് റാത്തോഡ്. ഇവയ്ക്കെല്ലാം പുറമെയാണ് 4ാമത്തെ വിക്കറ്റ് കീപ്പറായി ലുവാൻ്റെ വരവ്. അടുത്ത സീസണിൽ ജുറേലിനെ പ്രധാന കീപ്പറും ലുവാനെ ബാക്കപ്പുമാക്കിയുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാനായിരിക്കും ദ്രാവിഡിൻ്റെ പ്ലാൻ. അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപയ്ക്കാണ് സൗത്ത് ആഫ്രിക്കയുടെ ഭാവി സൂപ്പർ താരമായി മാറിയേക്കാവുന്ന ലുവാൻ ഡ്രൈ പ്രട്ടോറിയസിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. നേരത്തെ പാൾ റോയൽസിനായി സൗത്ത് ആഫ്രിക്ക T20 ലീഗിൽ നടത്തിയിട്ടുള്ള തട്ടുപൊളിപ്പൻ ബാറ്റിംഗാണ് 19-കാരന് കരിയറിൽ ആദ്യമായി IPLലേക്ക് വഴി തുറന്നത്. 2024-25 സാറ്റ് T20 ലീഗിലെ പ്രകടനത്തോടെയാണ് ലുവാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. 160-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 397 റൺസ് ഈ ഇടംകയ്യൻ ബാറ്റർ അടിച്ചെടുത്തിരുന്നു. IPLലും ഇനി പിങ്ക് ജേഴ്സിയിൽ സമാനമായ പ്രകടനങ്ങൾ ലുവാന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് റോയൽസ് ടീം. സീസണിൽ ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തെ റോയൽസ് പരീക്ഷിക്കുകയും ചെയ്തേക്കാം. അടുത്ത സീസൺ കൂടി മുന്നിൽ കണ്ടിട്ടാണ് ലുവാനെ റോയൽസ് വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം റോയൽസിൻ്റെ ഈ സീസണിലേക്ക് വന്നാൽ പോയിൻ്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. 12 മത്സരങ്ങളിൽ വെറും 3 എണ്ണത്തിൽ മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ. ശേഷിച്ച 9 മത്സരത്തിലും തോൽവിയായിരുന്നു. ഇനി ശേഷിച്ച 2 മത്സരവും ജയിച്ച് മാനം കാക്കുകയാണ് റോയൽസിൻ്റെ ലക്ഷ്യം. അടുത്ത തിങ്കളാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ടാണ് റോയൽസിൻ്റെ അടുത്ത മത്സരം. 16-ന് അവസാന കളിയിൽ പഞ്ചാബ് കിങ്സുമായും അവർ ഏറ്റുമുട്ടും. പരിക്കു കാരണം അവസാന 5 മത്സരവും നഷ്ടമായ സഞ്ജു അടുത്ത കളിയിൽ മടങ്ങിയെത്തുമെന്നാണ് റിപ്പോർട്ട്.